പശ്ചിമേഷ്യയിലെ യുദ്ധമേഖലയിൽ സംഘർഷം ഓരോ ദിവസവും കൂടുതൽ അപകടകരമായ നിലയിലേക്ക് കടക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ഇതിനകം തന്നെ മേഖലയിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. അമേരിക്കൻ സൈനിക വിമാനങ്ങളിലൊന്ന് ഇറാഖിൽ തകർന്നു വീണതായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ആകാശത്ത് വെച്ച് മറ്റു വിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുന്ന KC-135 തരം വിമാനമാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. 6 സൈനികർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ പറയുമ്പോൾ സംഭവത്തിന് പിന്നിൽ ആക്രമണമല്ലെന്നാണ് അമേരിക്കയുടെ അവകാശവാദം. എന്നാൽ ഇറാൻ പിന്തുണയുള്ള സായുധ സംഘടനകൾ ഈ വിമാനത്തെ വെടിവെച്ച് വീഴ്ത്തിയതായാണ് അവകാശപ്പെടുന്നത്. ഇതിനോടകം തന്നെ ഇറാൻ ഇസ്രയേൽ യുദ്ധം ശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ ഈ സംഭവം പശ്ചിമേഷ്യയിലെ സംഘർഷം കൂടുതൽ ഗുരുതരമാക്കുന്ന സംഭവമായി മാറുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടിയാണെന്ന് തന്നെ പറയണം. US വിമാനവാഹിനി കപ്പലിലെ തീപിടുത്തത്തിന് പിന്നാലെയാണ് US വിമാനവും തകർന്നു വീണിരിക്കുന്നത്. പൈലറ്റുമാരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമം തുടരുകയാണെന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. സൗഹൃദ വ്യോമാതിർത്തിയിൽ 2 വിമാനങ്ങൾ ഒരു സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യാഴാഴ്ച റിപ്പോർട്ട് ചെയ്ത US സെൻട്രൽ കമാൻഡ് പിന്നീട് ഇത് തിരുത്തി. ഒരു വിമാനം പടിഞ്ഞാറൻ ഇറാഖിൽ തകർന്നതായും രണ്ടാമത്തേത് ഇസ്രയേലിൽ സുരക്ഷിതമായി ഇറങ്ങിയതായും അവർ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ അമേരിക്കൻ വിമാനം വെടിവെച്ച് വീഴ്ത്തിയതിന്റെ ഉത്തരവാദിത്തം ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് ഏറ്റെടുത്തു. തങ്ങളുടെ ഔദ്യോഗിക ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത പ്രസ്താവനയിലാണ് ഇറാൻ പിന്തുണയുള്ള സായുധ വിഭാഗങ്ങളുടെ ഒരു കൂട്ടായ്മയായ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഇൻ ഇറാഖ് ഇക്കാര്യം അറിയിച്ചത്. അധിനിവേശ സേനയുടെ വിമാനങ്ങൾ ലംഘിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും വ്യോമാതിർത്തിയെയും പ്രതിരോധിക്കുന്നതിനായി ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസിന്റെ പോരാളികൾ പടിഞ്ഞാറൻ ഇറാഖിലെ അമേരിക്കൻ അധിനിവേശത്തിന്റെ ഭാഗമായ ഒരു KC-135 വിമാനം ആയുധങ്ങൾ ഉപയോഗിച്ച് വെടിവെച്ച് വീഴ്ത്തിയെന്നാണ് അവർ ടെലഗ്രാമിൽ കുറിച്ചത്. 24 മണിക്കൂറിനുള്ളിൽ അമേരിക്കൻ അധിനിവേശത്തിന്റെ ഭാഗമായ രണ്ടാമത്തെ KC-135 വിമാനവും ലക്ഷ്യമിട്ടതായി അവർ മറ്റൊരു പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതേസമയം അത് ഇടിച്ചതിന് ശേഷം അതിലെ ജീവനക്കാർക്ക് അതിനൊപ്പം രക്ഷപ്പെടാൻ കഴിഞ്ഞെന്നും അറിയിപ്പിലുണ്ട്. അതിൽ ശത്രുവിന്റെ വിമാനത്താവളങ്ങളിൽ ഒന്നിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതായും പ്രസ്താവനയിലുണ്ട്. ഇറാൻ US ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും ശക്തമായി തുടരുകയാണ്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രയേലിലെ ഖലീലിയിൽ 15 പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേൽ പാരാമെഡിക്കൽ വിഭാഗം സ്ഥിരീകരിച്ചു. തകർന്ന കെട്ടിടങ്ങളിൽ കുടുങ്ങിയവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. അതേസമയം ഇറാഖിലെ കുർദിസ്ഥാനിൽ ഇറാൻ സഖ്യ ആക്രമണത്തിൽ ഒരു ഫ്രഞ്ച് സൈനികൻ കൊല്ലപ്പെട്ടതായി ഫ്രഞ്ച് പ്രസിഡന്റ് സ്ഥിരീകരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റതായും പ്രസിഡന്റ് വ്യക്തമാക്കി. ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായി സ്ഥിരീകരിക്കുന്ന ഫ്രഞ്ച് സൈനികരുടെ മരണമാണിത്. നേരത്തെ ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട മജ്തബ ഖമേനി ഈ പദവി ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ സന്ദേശത്തിൽ ഇറാന്റെ രക്തസാക്ഷികളുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നത് തുടരുമെന്നും മേഖലയിലെ എല്ലാ US സൈനിക താവളങ്ങളും പൂട്ടണമെന്നും ജനങ്ങൾക്ക് നൽകിയ സന്ദേശത്തിൽ മുജ്തബ ഖമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുമായി സൗഹൃദം തുടരുമ്പോഴും US താവളങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്നും അദ്ദേഹം സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. US-മായി ചേർന്ന് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിന്റെ 13ാം ദിവസത്തിലാണ് പരമോന്നത നേതാവിന്റെ പ്രസ്താവന.